അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ കോംബോ റെസിപ്പി ആണ്. നമുക്കൊരു പാർട്ടിയിലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷനിലല്ലേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ഇതൊരു പുതിയാപ്ല സ്പെഷ്യൽ ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞാൻ ചിക്കൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു കൈപ്പിടി നിറയെ മല്ലിയില തണ്ടില്ലാണ്ട് ഇല മാത്രം ഒന്നിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. 8-10 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 8 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. അരമുറി ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. ഇതിപ്പം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാഷ്യൂനട്ടാണ്. ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇത് 1 കപ്പിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈരിലെ 250 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ച മിക്സിയിലെ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ഇതുപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുത്തിട്ടില്ലേ 1 മണിക്കൂറോ അരമണിക്കൂറോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കുന്നെങ്കിൽ അങ്ങനെയും റെഡിയാക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുക. ആ ഒരു ഗ്രേവിയില്ലേ അത് ഒഴിക്കാണ്ട് ചിക്കന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വേണ്ടേ ലാസ്റ്റ് നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കലാണ്. ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബാക്കി മിക്സിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഏതോ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിൽ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് അധികം അരച്ചുകൊടുത്ത് ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റിയാണ്, എന്തായാലും ട്രൈ ആക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുഞ്ഞൻ കുബൂസിൻ്റെ റെസിപ്പി കൂടി പറഞ്ഞെടുക്കലാണ്. അതിനായിട്ട് ഇതാ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്ത. 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലല്ലേ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഈസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ 1 കിലോ 4 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2, 3, 4 നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്. ഈ ഒരളവിലെ ഒരു 10-12 ചെറിയ കുബൂസിലാണെങ്കിൽ ഒരു 10-12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 2 കപ്പ് മതി കേട്ടോ. അതിന് 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുക. ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഴച്ച് വെച്ച മാവിലെ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. പണ്ടിലാണെങ്കിലേ എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ചപ്പാത്തിക്കും ഇതിനെല്ലാം കുഴക്കാൻ വേണ്ടിക്ക്. പക്ഷെ ഇപ്പം ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടായ ശേഷിയില്ലേ ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നൽ. വാങ്ങാത്തവരാണെങ്കിൽ വാങ്ങിക്കോ കേട്ടോ. കാര്യം റമദാൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര പണികളെല്ലാം ചുരുങ്ങും അങ്ങനെ. ഇനിയിപ്പോൾ തന്നെ ഞാൻ അതിന് മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഒന്ന് പൊങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ കുബൂസിൻ്റെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലും പൊങ്ങി വരും കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. നേരത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കെല്ലാം ഉച്ചയല്ല ഒരു 3-4 മണിക്കെല്ലാം കുബൂസിന് കുഴച്ച് വെച്ചാൽ ഒരു 7 മണിയാകുമ്പോഴേക്ക് കറക്റ്റായിട്ട് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കുബൂസായിട്ട് വെച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പം കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് ഞാൻ 1 വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ്.
പക്ഷേ ഈ ഒരു കോംബോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് 2 റെസിപ്പി ആയിട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു കോംബോ അടിപൊളിയാണ്. ഈ ഒരു ഗ്രീൻ ചിക്കനും ഈ കുന്നൻ കുബൂസിൻ്റെയും കോംബോ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഞാനിതാ പൊങ്ങി വന്ന ആ ഒരു കുബൂസിൻ്റെ മാവിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കലാണ്. പരത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ തിക്നെസ്സിൽ പരത്തിയെടുക്കുക, എന്നാൽ മാത്രമേ ഉൾഭാഗം നല്ലോണം പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതാ മൊത്തത്തിൽ പരത്തി ഇനിയിപ്പം ചൂടായ ഓടിലേക്ക് നമ്മൾ സാധാ ചപ്പാത്തിയും കുബൂസെല്ലാം ഉണ്ടാക്കൂലേ, അതുപോലെ ഒരു ഭാഗം എന്താ പറയുക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടിൽ പൊങ്ങി വരുന്ന സമയത്തിൽ ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ മെൽറ്റാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് എള്ളും വൈറ്റ് കളർ എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, കുറച്ച് മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് പാർട്ടിയിലെല്ലാം സ്റ്റാർ ആകാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഞാനൊരു റമദാൻ്റെ ടൈമിൽ 2 വർഷം മുന്നേ എങ്ങാനും ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് ഞാൻ ഈ ഒരു കോംബോയിൽ ചെയ്തിട്ടില്ല. ഒരു ഗ്രീൻ ചിക്കൻ വേറെ സെപ്പറേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല കുറച്ചുകൂടി കളർഫുള്ളാവും കേട്ടോ. ഒന്നുമില്ല, നല്ലോണം ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയാണ്. ഉൾഭാഗമെല്ലാം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബട്ടറിൻ്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം. ബട്ടറും കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുബൂസ് സാധാ ഉണ്ടാക്കിയെടുത്താലും മതി. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ എടുത്തു വെക്കലാണ്. പിന്നെന്താ, ഈ ഒരു ഗ്രീൻ ചിക്കനും ഈ ഒരു കുബൂസും എന്തായാലും ഇപ്പം വെക്കേഷനിലല്ലോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരുപാട് കോംബോ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോക്കാം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.